മനുഷ്യ ഖുർആൻ ഓതുന്നത് കേട്ടാൽ നീ സമാധാനത്തോടുകൂടി പഠിച്ചവരെ നീ നിശബ്ദനായിരുന്ന് ആ ഖുർആൻ ഓതുന്നത് നീ കേൾക്കണേ. ആ ഖുർആൻ പറയുന്നത് നീ കേൾക്കണേ. കേട്ടാൽ നിനക്ക് അല്ലാഹു കരുണ ചൊരിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതുന്നത് ഞാനും നിങ്ങളും പലപ്പോഴും കേൾക്കുന്നവരാണ്. പക്ഷേ പരിഗണന നൽകാറില്ലല്ലോ. ഈ ഓതുന്നത് ഖുർആനാണെന്നുള്ള ഒരു പരിഗണന പോലും ഞാനും നിങ്ങളും നൽകാറില്ലല്ലോ. ആ ഖുർആനിനെ നമ്മളിൽ പലരും ബഹുമാനിക്കാറില്ല, ആദരിക്കാറില്ല, അതിന് നൽകേണ്ട പരിഗണന നൽകാറില്ല. എങ്കിലും നിങ്ങൾ ഒരു കാര്യം പഠിച്ചോ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്, 6 സമയങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാൽ, 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചാൽ അവന്റെ 40 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു 6 സമയങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാൽ അവന്റെ 40 കൊല്ലത്തെ അമല് പൊളിഞ്ഞു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. താത്താമാരും കാക്കാമാരും കേട്ടോ, എല്ലാരും കേട്ടോ. 6 സമയങ്ങളിൽ എടാ സുഖമാണോ എന്ന് വെച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കണ്ട. പെണ്ണും പിള്ളയും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടടാ, ആഫിയത്തുണ്ടോടാ ചോദിച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കണ്ട. കള്ളുപിടിയും പെണ്ണുപിടിയും ഒന്നും ചോദിക്കണ്ട. 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുനിയാവിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അവന്റെ 40 കൊല്ലം ചെയ്തത് മുഴുവനും ഖത്തം ഹോഗയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. അമിന സുഖാണോടി, ഫോൺ വന്ന് സുഖമാണോടി, പോയി 40 കൊല്ലം നീ കഷ്ടപ്പെട്ടത് പോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വഅദിന്റെ സദസ്സിലൊക്കെ ചിലര് വണ്ടിക്കകത്ത് കയറിയ ഖുർആൻ ഇട്ടുകൊണ്ടിരിക്കും, ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ ഓതുന്ന സമയത്ത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് മിണ്ടാതെ നിന്ന് നീ കേൾക്കണം. എന്താ ഖുർആൻ പറയണേ, എന്താ അതിന്റെ അർത്ഥം കേൾക്കാൻ വേണ്ടി. എന്തിനാ നീ ഖുർആൻ ഇടുന്നേ? അതുകൊണ്ടാണല്ലോ ഈ വഅദിന്റെ സദസ്സുകളിൽ ഖുർആൻ ഇടാൻ പാടില്ല എന്ന് ഉസ്താദന്മാര് പറയണേ. വഅദൊക്കെ വെച്ച് കഴിയും ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, നാട്ടുകാർ മുഴുവനും അവനവന്റെ ചിന്ത നടക്കാം. അതുകൊണ്ടാണ് ഖുർആൻ ഇടാൻ പാടില്ല പറയുന്നത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആനിനെ മാത്രം ശ്രദ്ധിക്കുക. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആൻ മടക്കി വെച്ച് മാറ്റി വെച്ചിട്ട് നീ സംസാരിക്കാവൂ. തുറന്നു വെച്ചുകൊണ്ട് തന്നെ പള്ളിക്കകത്തിരുന്നിട്ട് സംസാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങള്, ഖുർആനെ ഒളിവില്ലാതെ തൊടാൻ പാടില്ല. എനിക്കറിയാലോ ഖുർആൻ